ശബരിമലയിൽ ഭക്തജന തിരക്ക് കുറഞ്ഞു. പുല്ലുമേട് വഴി സന്നിധാനത്തേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട്. ശബരിമല മണ്ഡല പൂജയ്ക്കുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ ആരംഭിക്കും. സന്നിധാനത്ത് നിന്ന് തിരക്കിനൽപ്പം ശമനമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് മാറി ഇന്ന് രാവിലെ മുതൽ തന്നെ തിരക്ക് കുറവാണ്. ഭക്തർക്ക് സുഗമമായി ദർശനം നടത്താൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, വെർച്വൽ ക്യൂ ബുക്കിംഗ്, അതായത് ശബരിമല മണ്ഡല പൂജയ്ക്കായുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇന്ന് ആരംഭിക്കും. ഇന്ന് വൈകിട്ട് 5 മണി മുതലാണ് ഭക്തർക്ക് ബുക്ക് ചെയ്യാനുള്ള അവസരമുള്ളത്. ഡിസംബർ 26, 27 തീയതികളിലാണ് ഈ ചടങ്ങുകൾ നടക്കുക. അതിന് പ്രത്യേക വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റ് വഴിയാണ് ബുക്കിംഗ് ചെയ്യേണ്ടത്. എന്തായാലും ഡിസംബർ 26-ന് 30,000 പേർക്കും ഡിസംബർ 27-ന് 35,000 പേർക്കുമാണ് പ്രവേശനം ഉണ്ടാവുക എന്നുള്ളതാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിലെ സാഹചര്യം അനുസരിച്ച് സന്നിധാനത്ത് തിരക്ക് കുറവാണ്. ഭക്തർക്ക് സുഗമമായി ദർശനം നടത്താൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, കാനനപാത വഴി വരുന്ന അയ്യപ്പ ഭക്തർക്ക്, അതായത് സത്രം പുല്ലുമേട് വഴി വരുന്ന അയ്യപ്പ ഭക്തരുടെ തിരക്കും അവരുടെ എണ്ണത്തിലും കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. വഴിயில் ட்ரிங்கிங் வாட்டரு, பிஸ்கெட்ஸ் குழந்தைங்களுக்கு நல்லா பண்ணியிருக்காங்க. சுத்தமாகவும் இருக்குது, நீட்டாக இருக்குது, சூப்பர். വലിയ തിരക്കില്ല. ഇപ്പൊ നട അടച്ചോണ്ടില്ല, നടപ്പതിൽ കുറച്ച് തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ. കാനനപാത വഴി വരുന്ന ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും, പ്രത്യേക സംവിധാനങ്ങളും വനം വകുപ്പ് ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, ഇനിയുള്ള ദിവസങ്ങളിലേക്ക് തിരക്ക് വർദ്ധിക്കാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളും തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യം അനുസരിച്ച് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. സന്നിധാനത്തെത്തുന്ന ഭക്തർക്ക് സുഗമമായി ദർശനം നടത്താൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം.